ചന്തമേറിയ പൂവിലും ശബലാഭമാം ശരഭത്തിലും സന്തതം തരതാരയായൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലക അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തിയും. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ತಿರಾಗಧರ ಸುಂದರತರ ತಿರಾಗ ಧರ ಗಂಗಾಧರ ಗಜ ಚಾರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚಾರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய். செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய். அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா. அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா. திருமகனே திருமகனே நீ ஒரு நாழிகை பாராய். வெண்ணிற புறவியில் வந்தவனே நேர்விழி மொழிகள் கேளாய். நெற்றி திங்களம் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா. அற்றை திங்களன் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா. Good morning all. There are only two lasting gifts we should give our children. One is root and second is wings. Wish you all a happy Children's Day. I am here to welcome you all to this very special occasion of Children's Day 2020-21. As you all know, every year we celebrate 14th November as Children's Day. We celebrate it because it is the birthday of our first Prime Minister Pandit Jawaharlal Nehru. His warmth and fondness with children are legendary. In this occasion, I would like to welcome the special guest of the day, Shri C.P. Pallipura. We are fortunate enough to get a personality like him as our guest, who is a well-known writer and has won so many
awards including Kerala Sahitya Academy and Kendra Sahitya Academy Award. Welcome, sir. Now, I would like to welcome our dear principal, Reverend Father Joshi Mayambaram CMI, who has been supporting us immensely and gave us new vision and ideas. I welcome you, dear Father. Next, I welcome Mr. Dovi Marcos, an actor and a comedian who worked in Malayalam film, television and stage programs. Welcome, sir. I welcome all the teachers to this program. Finally, I would like to welcome all my dear children. Thank you. സർ സിപ്പി പള്ളിപ്പുറം കഴിഞ്ഞ 5 ദശകങ്ങളായി മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരനായി ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ദേശീയവും പ്രാദേശികവുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഇദ്ദേഹം അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര, കൽക്കണ്ട കൊട്ടാരം, പപ്പടം പഴം പായസം എന്നീ കൃതികൾ തുടങ്ങി 200ഓളം പ്രശസ്തമായ കൃതികളും രചിച്ചു. 1965 ചെണ്ട എന്ന കൃതിക്ക് ബാലസാഹിത്യത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 1988 പൂരം എന്ന കൃതിക്ക് പ്രഥമ ഭീമ ബാലസാഹിത്യ അവാർഡും 1995 NCERT-യുടെ ദേശീയ അവാർഡും നേടി. 1965 മുതൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1992 ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഗുജറാത്തി എന്നീ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട കൃതികളുണ്ട്. മാസികകളുടെ പത്രാധിപ സമിതി അംഗവും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് ബോഡിയുടെയും സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലും പ്രവർത്തിച്ചു വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാരതത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദിനമാണ് ശിശുദിനം. നവംബർ 14. കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. യേശുവിന് ശേഷം ലോകത്തിലെ കുഞ്ഞുങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം നാം ഇന്ന് ശിശുദിനമായി കൊണ്ടാടുകയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഗാന്ധിജിയോടൊപ്പം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ തൊട്ട് ഒരുമി നിന്നിരുന്ന ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ചാച്ചാജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജന്മദിനം ഞാൻ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുവെന്നാണ്. അങ്ങനെ സ്വന്തം ജന്മദിനം കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്ത ആളായിരുന്നു ചാച്ചാജി. നെഹ്റുവിനെ കുഞ്ഞുങ്ങൾ വിളിച്ചിരുന്ന ഓമന പേരാണ് ചാച്ചാജി എന്ന്. ആ ചാച്ചാജിയുടെ ജന്മദിനമാണ് നമ്മളിന്ന് ഭാരതമെമ്പാടും ശിശുദിനമായി കൊണ്ടാടുന്നത്. പനിനീർപ്പൂക്കളെയും പൂമ്പാറ്റകളെയും ലോകത്തിലുള്ള എല്ലാ ജീവികളെയും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളായിരുന്നു ചാച്ചാജി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്ത് പലപ്പോഴും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരിക്കൽ യർവാദ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അത് വളരെ രസികനായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ഒരു അണ്ണാർക്കണ്ണൻ. ആ വളപ്പിൽ താമസിക്കുന്ന, അവിടുത്തെ ഏതോ വൃക്ഷത്തിൽ പൊത്തിൽ താമസിക്കുന്ന ഒരു അണ്ണാർക്കണ്ണൻ ഇടയ്ക്കിടെ ഇങ്ങനെ അവിടുന്ന് നീങ്ങി ഈ ജയിലടികളുടെ അരികിൽ വരും. അപ്പം നെഹ്റുവിന് ചാച്ചാജിക്ക് അത് കൗതുകമായി. അങ്ങനെ അദ്ദേഹം ആ അണ്ണാർക്കണ്ണനെ നോക്കിയിരിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ തമ്മിൽ വലിയ ഉറ്റ സുഹൃത്തുക്കളെ പോലെ ആയി. ഒരു ദിവസം അദ്ദേഹം പതുക്കെ കണ്ണുമടച്ച് മയങ്ങിയിരിക്കുന്ന സമയത്ത് ജനലഴികൾ കടന്ന് അണ്ണാർക്കണ്ണൻ വന്ന് അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലിരുന്നു, തോളിലിരുന്നു, കഷണ്ടി തലയിലിരുന്നു. അദ്ദേഹം പതുക്കെ അതിനെ പിടികൂടി അതൊന്ന് തലോടി. അങ്ങനെ പിന്നീട് അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും ഈ ചാച്ചാജിയെ കാണാൻ, ഈ ഗിൽഹാരി എന്നായിരുന്നു അണ്ണാർക്കണ്ണൻ്റെ പേര്, ആ ഗിൽഹാരി ചാച്ചാജിയെ കാണാൻ വരും. അങ്ങനെ വളരെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹത്തിന് ജയിൽ വിട്ടുപോകേണ്ട അവസ്ഥ വന്നു. ജയിലിൽ നിന്ന് മോചനം നൽകി വിട്ടയക്കുമ്പോൾ അത് അവിടെയെല്ലാം നോക്കി, ഗിൽഹാരി അവിടെ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കി, കണ്ടില്ല. അന്ന് അവൻ പതിവ് പോലെ
ആ ജയിൽ അറയുടെ അരികിൽ വന്നു. ജയിൽ അരികൾക്കുള്ളിൽ കൂടി നോക്കിയപ്പോൾ ചാച്ചാജിയെ കാണുന്നില്ല. ആ സങ്കടത്തോടു കൂടി അവൻ അന്ന് മുഴുവൻ അവിടെയുള്ള മരങ്ങളിലെല്ലാം ചാടി ചാടി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ നടന്നു എന്നാണ് പിന്നീട് ജയിൽ അധികാരികൾ ചാച്ചാജിയോട് പറഞ്ഞത്. അപ്പം അങ്ങനെ ലോകത്തിലെ എല്ലാ സമസ്ത ജീവജാലങ്ങളെയും സ്നേഹിച്ചിരുന്ന, പ്രത്യേകിച്ച് പനിനീർപ്പൂവിൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തെ പനിനീർപ്പൂവിൻ്റെ കൂട്ടുകാരനെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബട്ടൺ ഹോളിൽ ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവ് ലോകപ്രസിദ്ധമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചാച്ചാജിയുടെ ബട്ടൺ ഹോളിലെ പൂവ്. അതിൻ്റെ പിന്നിലൊക്കെ കഥയുണ്ട്. ആ കഥയൊന്നും പറയാനുള്ള നേരമല്ല ഇത്. എങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ ഈ ചാച്ചാജിയെ ഓർക്കണം. അതുമാത്രമല്ല, പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹം ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സ്വന്തം മകൾ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നു. ഒരേ ഒരു മകളേ ഉള്ളൂ. ആ മകളുടെ പേര് ഇന്ദിര പ്രിയദർശിനി എന്നായിരുന്നു. ആ ഇന്ദിര പ്രിയദർശിനിയാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ നെഹ്റുവിനും ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊക്കെ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത് ആ ഇന്ദിര പ്രിയദർശിനിയായിരുന്നു. ആ ഇന്ദിര പ്രിയദർശിനി കുഞ്ഞായിരുന്ന കാലത്താണ് അച്ഛൻ ജയിലിൽ കിടന്നത്. കളിക്കൂട്ടുകാരില്ല, സാന്ത്വനിപ്പിക്കാൻ ആളില്ല. ഈ സമയത്ത് അച്ഛൻ ജയിലിൽ ഇരുന്നുകൊണ്ട് മകൾക്ക് കത്തെഴുതി. ഓരോ വിഷയങ്ങളെപ്പറ്റിയും ഓരോ കാര്യങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ചുകൊണ്ട് മകൾക്ക് കത്തെഴുതി. ആ കത്തുകളാണ് പിന്നീട് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, ഇന്ത്യയുടെ ചരിത്രം എന്താണ് എന്ന് മകളെ പഠിപ്പിക്കുന്ന കത്തുകളായിരുന്നു അതെല്ലാം. ആ പുസ്തകം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം കിട്ടിയാൽ നിങ്ങളെല്ലാവരും വായിക്കണം. കിട്ടിയാലെന്നല്ല, അത് എവിടുന്നെങ്കിലും തേടി പിടിച്ച് നിങ്ങൾ വായിക്കണമെന്നാണ് എനിക്ക് ഈ ശിശുദിനത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ, മാറനെല്ലൂർ ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂളിലെ കുട്ടികളും ഈ ശിശുദിനത്തിൽ ഒന്നിച്ചു ചേരുകയാണ്. ഇന്ന് ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ, നമ്മൾ കൊറോണ കാലത്താണ്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നില്ല. എങ്കിലും ആ ഒരുമയോടെ തന്നെ നമ്മുടെ മനസ്സുകളെല്ലാം ഒരുമിച്ചിരിക്കുന്നുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ചാച്ചാജിയെക്കുറിച്ചുള്ള ഒരു കൊച്ചു പാട്ട് പാടിയിട്ടാണ്. ആ പാട്ടോടുകൂടി നമുക്കിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാം. ഞങ്ങൾക്കൊണ്ടൊരു ചങ്ങാതി, പനിനീർപ്പൂവിൻ ചങ്ങാതി, അതാണ് ഞങ്ങളുടെ ചാച്ചാജി, അതാണ് ഞങ്ങളുടെ ജവഹർലാൽ. നാടിൻ ചങ്ങല പൊട്ടിക്കാൻ പാടുകൾ പെട്ടൊരു ചങ്ങാതി, അതാണ് ഞങ്ങളുടെ ചാച്ചാജി, അതാണ് ഞങ്ങളുടെ ജവഹർലാൽ. ശാന്തിപ്രാവായി നാടെങ്ങും പാറി നടന്നൊരു ചങ്ങാതി, അതാണ് ഞങ്ങളുടെ ചാച്ചാജി, അതാണ് ഞങ്ങളുടെ ജവഹർലാൽ. എല്ലാവർക്കും ഹൃദ്യമായ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ധന്യമായ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഞാൻ തന്നെ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത: നടി ഷീലാമ്മയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി. തങ്ങളെ തല്ലി തോൽപ്പിച്ചാൽ മാത്രം ഷീലാമ്മയെ വെറുതെ വിടാമെന്നാണ് ഈ സംഘം അറിയിച്ചിട്ടുള്ളത്. ഷീലാമ്മയുടെ കരച്ചിൽ ഇതിനോടകം തന്നെ വൈറലായിരിക്കുകയാണ്. അയ്യോ, എന്റെ മാത്തുക്കുട്ടി ചായൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. എന്റെ കൊച്ചു മുതലാളി, അയ്യോ എന്നെ രക്ഷിക്കൂ. ഷീലാമ്മയുടെ ഈ കരച്ചിൽ കേട്ട് ഒരുപാട് പ്രശസ്തരാണ് ഇവിടെ ഷീലാമ്മയെ രക്ഷിക്കാൻ എത്തിയിട്ടുള്ളത്. ആദ്യമായി എത്തുന്നത് മിസ്റ്റർ ബീൻ ആണ്. മിസ്റ്റർ ബീൻ എങ്ങനെ ഷീലാമ്മയെ രക്ഷിക്കും? ഹലോ ടെഡി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഷീലാമ്മയെ രക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മോടൊപ്പം പ്രശസ്ത നടൻ ശ്രീ KP ഉമ്മർ ചേരുന്നു. ശ്രീ ഉമ്മർ, എന്താണ് പറയാനുള്ളത്? ശോഭയല്ല, നമ്മുടെ പ്രശസ്ത നടി ഷീലാമ്മയാണ്. ഷീലേ, ഞാനൊരു വികാരജീവിയാണ്. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, കൊറോണയാണ്, ഭീഗി 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 ഭീഗി. ഇപ്പോൾ കിട്ടിയ വാർത്ത ഷീലാമ്മയെ അറിയിച്ചിരിക്കുന്നത് തീവ്രവാദികളോടൊപ്പം താമസിച്ചാലും KP ഉമ്മറിനോടൊപ്പം പോകണ്ട എന്നാണ് ഷീലാമ്മയെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. സാർ, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പറഞ്ഞല്ലോ,
അതായത് ഗവൺമെന്റിന്റെ ഒരു കുഴപ്പമാണ് ഈ ഒരു തട്ടിക്കൊണ്ട് പോകല്. ശ്രീ ശിവശങ്കരനും സ്വപ്നയും അടങ്ങുന്ന ഒരു സംഘത്തിൽപ്പെട്ടവരാണ് നമ്മുടെ നടിയെ തട്ടിക്കൊണ്ടു പോയത്. ഇതിനെതിരെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? പറഞ്ഞല്ലോ, അത് മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുന്നത് തന്നെയാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. സാർ, എന്താണ് പറയാനുള്ളത്? അതായത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇപ്പൊ ഏതാണ് ആ ജാതി, ഏതാണ് ആ മതം? അതായത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ മുഴുവൻ മഞ്ഞ അടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒന്നും തീവ്രവാദികൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഷീലാമ്മയെ ഇതുവരെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ കിട്ടിയ വാർത്ത, നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ചേരുകയാണ്. സന്തോഷ് പണ്ഡിറ്റ്, അവസാനമായി എന്താണ് നമുക്ക് വേണ്ടി ചെയ്യാനുള്ളത്? കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി കോഴിയുടെ മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്, പണിപ്പാളും. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടെന്ന് കരുതരുത്, പണിപ്പാളും. ഇപ്പോൾ കിട്ടിയ വാർത്ത, സന്തോഷ് പണ്ഡിറ്റിന്റെ ഡയലോഗ് കേട്ട് തീവ്രവാദികൾ ഷീലാമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്താണ് ഷീലാമ്മ പറയാനുള്ളത്? അയ്യോ, ഒരുപാട് നന്ദി സന്തോഷ് പണ്ഡിറ്റ്, എന്നെ രക്ഷിക്കാൻ പണ്ഡിറ്റ് തന്നെ വേണ്ടി വന്നു. അയ്യോ, നന്ദി. ഓലത്തുമ്പത്തിരുന്നോയലാടും ചെല്ലപ്പൈങ്കിളി, നിന്റെ
morning to my dear children. First of all, let me wish you a very, very happy Children's Day. 14th November, the birth anniversary of Pandit Jawaharlal Nehru, the first Prime Minister of independent India. Every year, we celebrate this day as Children's Day, commemorating the great leader who loved children to any extent possible. In today's scenario, children are becoming victims of many social evils like drugs, child abuse, alcohol, child labor, violence, etc. This leads them to a life of isolation from parents' love, education, knowledge, etc. Children's Day celebration help us to think again and again about the status of children in our country. Children are the valuable asset of the nation as well as the future and hope of tomorrow. So, they should get proper care and love. Thus, we all should collectively take initiative to help unprivileged children, which would give them a life which they deserve. We Christ-Nagarians always uphold the values which lead to the holistic development of the children irrespective of their caste, creed, financial status, etc. The great sayings of our patron, Saint Kuryakos Elias Chavra, signify the importance of children who are the gift of God. Let us all strive together for the well-being of all the children around us. I would like to wish all my dear children a very happy Children's Day and hope that you will all enjoy watching the special performance by your loving teachers and staff members of our school. Thank you. Do you know, baby तेरे लिए रखा पल्लू संभाले. Do you know, तू जो चाहे वो कर दूं मैं तेरे हवाले. ओढ़नी उड़े उड़े रे अखियां मुड़े मुड़े रे, ओढ़नी उड़े उड़े रे अखियां मुड़े मुड़े रे, मेरे सीने में कुछ कुछ पार. केम छो मजामा के ओढ़नी ये ओढ़नी ओढ़ू ओढ़ू पर उड़ी जाए. 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 ओढ़नी उड़े उड़े रे अखियां मुड़े मुड़े रे. ओढ़नी उड़े उड़े रे अखियां मुड़े मुड़े रे, मेरे सीने में कुछ कुछ था. छम छम
മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നോബിച്ചേട്ടൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. വെണ്ണക്കല്ല് കൊണ്ടുവന്നു വെണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകല ശില്പി. പൊന്നുകൊണ്ട് താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി, ചുമരിൽ വെൺകളിയും പൂശി. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. കന്നികായ്ക്കുമെന്റെ മാവിൽ അണ്ണാർ കണ്ണാമായോ, കണ്ണിമാങ്ങയൊന്നെനിക്കു താഴെ വീട്ടിത്തായോ. എന്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തന്മേളം, എന്നുമൂടപ്പന്തലിട്ട് പാടിയാടും മേളം. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. എന്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തന്നത്തം, എന്റെ ഓമൽ പാവകൾ തൻ വൃന്ദഗാനമേളം. പെൺചിറകു വീശി വീശി ദേവദൂതരത്തും, മുന്തിരിത്തെ പാത്രവുമായി ഞങ്ങളൊത്തു പാടും. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. പ്രളയവും നിപ്പ വൈറസും കോവിഡ്-19 നാടിനെ മുടിക്കുന്നു. അതിലും എത്രയോ ഭീകരമാണ് മനുഷ്യന്റെ മനസ്സ്. ആ മനസ്സിന്റെ പേരാണ് അക്രമം. അക്രമം അരാജകത്വം സൃഷ്ടിക്കുന്നു. അരാജകത്വം നാടിന്റെ നന്മയെ തകർക്കുന്നു. നന്മയില്ലാത്ത ലോകം ഭീകര വൈറസിനേക്കാൾ എത്രയോ മാരകമാണ് എന്നതിന് തെളിവാണ് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. പൂക്കൾക്കും കലാപങ്ങൾക്കും ഇടയിലൂടെ.
ഇന്ന് എത്രയാ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. മതി വേണ്ടേ, പൂക്കൾക്ക് മീതെ കിടന്ന് തുള്ളാതെ ഒടിഞ്ഞു പോകും. മതി കുടിച്ചത്, പോവണ്ടേ, പോ. കഷ്ടം, അപ്പൻ പൂക്കളെ ഏത് നിമിഷവും റീത്തുകളാക്കി മാറ്റും. പിന്നെ മരിച്ചവരുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കേവലം ശവംനാറി പൂക്കളാകാനാകും ഇവയുടെ വിധി. ജഗദീശ, നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വെറുതെറുക്കുന്നേ? നാടകം പഠിക്കുകയാണോ കുട്ടിയെ? ഈ മല്ലികപ്പൂവെങ്കിലും പറിക്കരുതെന്ന് മുത്തശ്ശി അപ്പനോട് പറയണം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കോ കുഞ്ഞേ? റീത്തുകളും ചന്ദനത്തിരിയുടെ മണവുമാ അവനിഷ്ടം. മരണവാർത്ത കേൾക്കുമ്പോ തുള്ളിച്ചാടുന്ന അവനോട് ഞാൻ എന്ത് പറയാനാ? അപ്പനെന്താ നായെ പോലെ മണം പിടിക്കുന്നേ? ഹരിച്ചെത്തുന്ന കാറ്റിന് മരണത്തിന്റെ ഗന്ധമുണ്ടോ എന്ന് നോക്കുക. നിന്റെ ഈ തോട്ടത്തിലെ പൂക്കൾക്ക് നശിച്ച ഗന്ധം, മരണത്തിന്റെ സുഗന്ധം മറച്ചു പിടിക്കുക. നിനക്ക് ഈ റീത്ത് വിൽപ്പന ഒന്ന് നിർത്തിക്കൂടെ മുത്തുരാമ? എന്നിട്ട് ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും വരാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഡായ് മുത്തുരാമ, അന്റെ തള്ള എന്താ പേശേ? മുട്ടിയെ കണ്ടാ ரொம்ப സങ്കടം ഇരിക്ക. നാശം, ഇന്ന് ഒരു റീത്ത് പോലും വിറ്റുപോയിട്ടില്ല. വാങ്ങിയ പൂക്കളെല്ലാം വാടിക്കരിയുകയാ. നാശം, നീ ഏൻ കടയിൽ വന്ന് പാரு. ഷോപ്പെട്ടി എല്ലാം അപ്പടിയേ ഇருக்கு, ഒന്ന് പോലും വിറ്റുപോകലേ. യാരുടെ നേതാവാ? വാങ്ങോ വാങ്ങോ. ചത്തത് മറ്റേ പാർട്ടിക്കാരനാ. ഈ റീത്ത് ഇവിടെ ഇരിക്കട്ടെ, വിഷമിക്കണ്ട. ഇന്ന് രാത്രി നമ്മുടെ പാർട്ടിയിൽ ഒരുത്തൻ. അപ്പൊ ഞാൻ വന്ന് വാങ്ങിക്കോളാം. മുത്തുരാമ, ഒരാളെ കൊന്നു. കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം. കൊന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കുക. ഈ ചേരിയിൽ പൂക്കച്ചവടക്കാരന്റെ ജീവിതം കരിപ്പിടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല കലാസൃഷ്ടി റീത്ത് നിർമ്മാണമാണ്. ശവത്തിന്റെ നെഞ്ചിൽ അതിനെ വീണ്ടും വീണ്ടും വച്ച് കഴുത്തു ഞെരിച്ചു കൊല്ലുക. റീത്തുകളുടെ ഒരു കൂമ്പാരം. കൊല്ലേ, എല്ലാത്തിനെയും കൊല്ലേ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ മുത്തുരാമ? മരണ വാർത്ത കേൾക്കുമ്പോ ഒന്ന് സങ്കടപ്പെടുകൂടി ചെയ്തൂടെ നിനക്ക്? നേരം ഇത്രയായിട്ടും ജഗദീശനെ കണ്ടില്ലല്ലോ. ഒന്ന് പോയി അന്വേഷിക്കും മുത്തുരാമ. നാടകം കളിച്ച് നാട്ടിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ നടക്കുന്ന മോൻ, കലാപവും മരണവും ആഘോഷിക്കുന്ന അച്ഛൻ എന്തിനെങ്കിലും മെനഞ്ഞു കൂട്ടുന്നേ? ഒന്ന് പോയി മോനെ അന്വേഷിക്കും മുത്തുരാമ, ഒന്ന് പോ. ഒരു മരണം കൂടി നടന്നു മുത്തുരാമ. ഇതാ ഞാൻ പറഞ്ഞേ, ദൈവം എന്റെ കൂടെയാ. അദ്ദേഹം എന്റെ പട്ടിണി കിടില കുമാരേട്ടാ. റീത്തുമടയുമ്പോൾ തണുപ്പകറ്റാൻ ഈ പുതപ്പൂടി ഇരുന്നോട്ടെ. വേണ്ടിവരും, ഇനിയും വേണ്ടിവരും കുറെ പുഷ്പചക്രങ്ങൾ. എന്താ കുമാരേട്ടാ, എന്തു പറ്റി? എന്റെ ജഗദീശന്റെ പുതപ്പല്ലേ? നാടകത്തിന് വാങ്ങിക്കൊടുത്ത പുതപ്പ്. ഈ പുതപ്പും പുതച്ച് ഗാന്ധിജിയായി അഭിനയിക്കുമ്പോൾ അരങ്ങത്ത് വച്ച ആരോ കുത്തിയത്. കലാപമില്ലാത്ത ലോകത്തിലേക്ക് അവൻ പോയി മുത്തുരാമ. എന്റെ മോനെ, പൂക്കളെ സ്നേഹിച്ച, ശാന്തിയും സമാധാനവും മാത്രം ആഗ്രഹിച്ച എന്റെ പൊന്നു മോനെ. ഒന്നും വേണ്ട കുമാരേട്ടാ, ഒന്നും വേണ്ട. എന്റെ മോൻ പോയി. പ്രിയമുള്ളവരെ, കുഞ്ഞുമക്കളെ, ചെടിക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണ് എന്ന പോലെ ബാലമനസ്സുകൾ വളരാൻ നന്മയുള്ള ലോകം ആവശ്യമാണ്. ശിശുദിനാശംസകളോടെ ഞാൻ നിർത്തുന്നു. നന്ദി.
Gratitude can transform common days into thanksgivings, turn routine jobs into a joy, and change ordinary opportunities into blessings. Respected Principal, Reverend Father Joshi Mayambarambal CMI, Honorable Chief Guest Sri C.P. Pallipuram, renowned figure in children's literature, Nobi Marcos, senior serial actor, dear teachers and my dear children. It's my privilege to have been asked to propose vote of thanks in this auspicious occasion. On behalf of Christnagar family, I would like to express my sincere gratitude to Sri C.P. Pallipuram sir for gracing this occasion with his valuable message. We are very grateful to you, sir, for encouraging our children with your great words. Thank you, sir. Further, we are grateful to Mr. Nobi Marcos, senior artist, for giving message of the day. A big thank you to Mr. Nobi Marcos for inspiring our children with a valuable message. Thank you, sir. Leadership is not a position or a title. It is action and example. Our principal is the best example. It is my pleasure to convey my gratitude to our principal father for the full support. Thank you, father. The proper planning and teachers' cooperation helped us to make the program colorful. I would like to express my sincere gratitude to all teachers, non-teaching staff and to my dear children. Thank you all.